കുവൈത്തിൽ എഞ്ചിനീയർ വിസയിലേക്ക് മാറാൻ ബിരുദ സാക്ഷ്യപ്പെടുത്തലും സർക്കാർ അംഗീകാരവും അടക്കമുള്ള കടമ്പകളെക്കുറിച്ച് അറിയാമെന്നെ. എഞ്ചിനീയർ വിസയ്ക്ക് വേണ്ട നടപടികളുടെ വിശദാംശങ്ങളുമായി ഡെൽന ലാസറാണ് ചേരുന്നത്. ഡെൽന, ഈ എഞ്ചിനീയറിംഗ് വിസയിലേക്ക് മാറുന്നതിനുള്ള നടപടിക്രമങ്ങൾ എങ്ങനെയാണ്? അനിഷ, കുവൈത്തിൽ എഞ്ചിനീയറിംഗ് വിസയിലേക്ക് മാറ്റാനുള്ള നടപടിക്രമങ്ങൾ ഇപ്പോൾ കുറച്ചുകൂടി ലളിതമാക്കിയിരിക്കുകയാണ്. KSC പരീക്ഷ നിർബന്ധമല്ല എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും പുതിയതായിട്ടുള്ള അതിൻ്റെ ഘട്ടമായിട്ട് പറയുന്നത്. ഇതിൽ KSC പരീക്ഷ നിർബന്ധമായിരുന്നു എങ്കിൽ ഇപ്പോൾ അത് നിർബന്ധമല്ല. സോ നമുക്കത് കുറച്ചുകൂടി വിശദമായിട്ട് നോക്കാം. കുവൈത്തിൽ എഞ്ചിനീയറിംഗ് വിസയിലേക്ക് എങ്ങനെ മാറാം? പുതിയ സംവിധാനത്തിൽ അത് എങ്ങനെയാണെന്ന് വെച്ചാൽ KSC പരീക്ഷ നിർബന്ധമല്ല, ഒപ്പം തന്നെ ബിരുദം സാക്ഷ്യപ്പെടുത്തിയതും അംഗീകരിച്ചതുമായിരിക്കണം. കൈകാര്യം ചെയ്യുക PAM-ഉം, അതായത് പബ്ലിക് അതോറിറ്റി ഫോർ മാൻ പവർ, ഒപ്പം തന്നെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രാലയവുമാണ് അത് കൈകാര്യം ചെയ്യുക. വിവിധ ഘട്ടങ്ങളാണുള്ളത്. ആദ്യം ബിരുദം സാക്ഷ്യപ്പെടുത്തുന്ന ഘട്ടം, പിന്നീട് MOFA, അതായത് വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ സ്റ്റാമ്പിംഗ് ആണ്, പിന്നീട് ബിരുദം തുല്യത ഉറപ്പുവരുത്തണം, അവസാനത്തെ ഒരു ഘട്ടം എന്ന് പറയുന്നത് PAM വർക്ക് പെർമിറ്റ് ലഭിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഒന്നാമത്തെ ഘട്ടത്തിൽ എഞ്ചിനീയറിംഗ് ബിരുദം സാക്ഷ്യപ്പെടുത്തലാണ്. സർവകലാശാല, പഠിച്ച രാജ്യത്തെ വിദ്യാഭ്യാസ അതോറിറ്റി, വിദേശകാര്യ മന്ത്രാലയം, കുവൈത്ത് എംബസി, ഇവരുടെ എല്ലാം സാക്ഷ്യപ്പെടുത്തലായി ഇതിനെ ആവശ്യമുണ്ട്. അതാണ് ആദ്യത്തെ ഘട്ടം. രണ്ടാമത്തെ ഘട്ടത്തിൽ MOFA-യുടെ, അതായത് വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ സ്റ്റാമ്പിംഗ് ആണ് ഈ ബിരുദത്തിന് ആവശ്യമായിട്ടുള്ളത്. മൂന്നാമത്തേത് ബിരുദ തുല്യത ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. സാക്ഷ്യപ്പെടുത്തിയ രേഖകൾ ഉന്നത വിദ്യാഭ്യാസ മന്ത്രാലയത്തിൽ സമർപ്പിക്കുന്നു. പിന്നീട് അത് കുവൈത്തിൻ്റെ മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ടോ എന്ന് അവർ പരിശോധിക്കും. ഈ ഘട്ടത്തിൽ കുറച്ചധികം സമയമെടുത്തേക്കാം. MOFA-യുടെ സ്റ്റാമ്പിംഗ് ആണ് ഈ ഒരു ഘട്ടം. അടുത്ത ഘട്ടം എന്ന് പറയുന്നത് PAM-ന്റെ അംഗീകാരം, പബ്ലിക് അതോറിറ്റി ഫോർ മാൻ പവർ, ഇതിൻ്റെ അംഗീകാരം ലഭിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ബിരുദം അവർ അംഗീകരിച്ചു കഴിഞ്ഞാൽ അപേക്ഷകനെ എന്ത് ചെയ്യും? എഞ്ചിനീയർ ജോബ് ടൈറ്റിൽ ഉൾപ്പെടുത്തും. ശേഷം എഞ്ചിനീയർ വർക്ക് പെർമിറ്റ് അനുവദിക്കും. ഇതാണ് ഇതിൻ്റെ അവസാന ഘട്ടം എന്ന് പറയുന്നത്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നടപടി പൂർത്തിയാകും വരെ നിലവിലെ വിസ സൂക്ഷിക്കുക എന്നുള്ളതാണ്. അതുപോലെ വിസ കാലാവധി ലംഘിക്കരുത്. ആവശ്യമെങ്കിൽ HR അല്ലെങ്കിൽ PAM വഴി സഹായം തേടുക. അതായത് നിയമലംഘനങ്ങളൊന്നും ആ ഒരു സമയത്ത് നടത്താതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു എഞ്ചിനീയറിംഗ് വിസ ലഭിക്കാനായിട്ടുള്ള കാര്യങ്ങൾ.